എൻ്റെ ചെറുപ്പകാലത്ത് സ്കൂളിലെ കോളേജിൽ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് രമേശ് സിന്ദാബാദ് വിളിച്ചുകൊണ്ടാണ് ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്. അന്ന് റാന്നി ബൈ ഇലക്ഷൻ ഇറങ്ങിയ റാന്നിയിൽ നിന്നാണ് എൻ്റെ പേര് ബാബു. ഇലക്ഷനിൽ വരുമ്പോൾ ആദ്യമായിട്ട് രമേശിനെ സാറിനെ പരിചയപ്പെട്ട് ഓർക്കുന്നുണ്ട്. ഇന്നും ഒരു വ്യത്യാസമില്ലാത്തൊരു നേതാവ് എൻ്റെ മുന്നിലിരിക്കുന്നതെന്ന് എനിക്ക് സന്തോഷത്തോടെ കാണുവാൻ എനിക്കിടയായത് വളരെ സന്തോഷമുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. നമ്മൾ ഇവിടെ ചെറിയ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു, എന്നാൽ പിണറായി മുതൽ സകലരുടെയും മുന്നിൽ വലിയ വലിയ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു നേതാവിന് മുന്നിലാണ് ഇരിക്കുന്നത്. എപ്പോഴും കഴിഞ്ഞ 9 വർഷമായിട്ട് പല ചോദ്യം, അവസാനമായിട്ട് തൃശ്ശൂർ പൂരത്തിന് 4 ചോദ്യം ചോദിച്ചതൊക്കെ ഭയങ്കര ഫേമസ് ആയ ചോദ്യങ്ങളാണ്. ഏതെങ്കിലും ഒരു കാര്യത്തിന്, ഒരു ചോദ്യത്തിന് തക്കതായ മറുപടി പിണറായി വിജയന് കിട്ടിയിട്ടുണ്ടോ, പിണറായി ഗവൺമെന്റ് കിട്ടിയിട്ടുണ്ടോ എന്ന് മാത്രമാണ് എനിക്ക് പറയുന്നത്. ബാബു അവിടെ കേശു പ്രവർത്തകനായി പ്രവർത്തിച്ച് ഇവിടെ വന്ന് ജീവിതം കണ്ടെത്തിയ വ്യക്തിയാണ്. അദ്ദേഹം ചോദ്യം ചോദിച്ചതിന് അദ്ദേഹം നന്ദിയുണ്ട്. പിണറായിയുടെ ഒരു ശൈലി, അദ്ദേഹം പറയുന്നതെല്ലാം കേട്ടോണം, മറ്റാരും ചോദ്യം ചോദിക്കരുത്. 1 മണിക്കൂർ പത്രസമ്മേളനം നടത്തിയാൽ പത്രക്കാർ 2 ചോദ്യം ചോദിച്ചാൽ പറയാം 6 മണിയായി, ഞാൻ ഇനി എഴുന്നേൽക്കാറില്ല. നമ്മളെയൊക്കെ പത്രക്കാർ എത്ര തവണ ചോദിച്ചാലും നമ്മൾ ആരും അതിനെ എതിർക്കാറില്ല. കാരണം ജനാധിപത്യത്തിൽ ഭരണാധികാരികളോട് ചോദ്യങ്ങൾ പത്രക്കാർ ചോദിക്കുന്നതിന്റെ അർത്ഥം ജനങ്ങളെ വിവരങ്ങൾ അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കാര്യമാണ്. അതിന് പത്രക്കാർ മനഃപൂർവ്വം ചോദിക്കത്തില്ലല്ലോ. അപ്പോൾ പത്രം, നമ്മുടെ മീഡിയ ഈസ് ദ 4th estate. It is their bounden duty to inform the people about the various issues. So they are forced to ask questions to the Chief Minister. Chief Minister is the head of the state. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം അസ്വസ്ഥനായിട്ട് കാര്യമില്ല. അദ്ദേഹത്തിന് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ പറയണം. അദ്ദേഹത്തിന് പക്ഷെ ആ ശൈലിയില്ല, അദ്ദേഹം മറുപടി പറയാറില്ല. അത് ജനാധിപത്യത്തിൽ ശരിയല്ല. മോഡി ഇതുപോലെ, നിങ്ങൾക്കറിയാമോ, 12 വർഷമായി ഇതുവരെ 3 ടേം ആയിട്ടും നരേന്ദ്രമോദി ഒരു പത്രസമ്മേളനം പോലും ഇത്രയും കാലമായി നടത്തിയിട്ടില്ല. ഒരു പത്രസമ്മേളനം പോലും. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരാൾ ചോദിച്ചിട്ടുണ്ടോ ഇത്? എന്തുകൊണ്ട് പ്രധാനമന്ത്രി ഒരു പത്രസമ്മേളനം നടത്തുന്നില്ല? അല്ലെങ്കിൽ why he is hesitating to face the press in the country എന്നാരും ചോദിച്ചിട്ടുണ്ടോ? കാരണം പത്രക്കാരോട് സംസാരിക്കാതെ മൻ കി ബാത്തിലൂടെ ചില കാര്യങ്ങൾ പറയുന്ന ഏക പ്രവർത്തനമാണ് മോഡി നടത്തുന്നത്. ആക്ച്വലി ഒരു പ്രധാനമന്ത്രിക്ക് ഇന്ത്യയിലെ ജനങ്ങളോട് പത്രമാധ്യമങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളോട് മറുപടി തരാനുള്ള ബാധ്യതയില്ലേ? അത് ചെയ്യേണ്ടതല്ലേ? അപ്പോൾ അങ്ങനെ ചോദിക്കുന്നില്ല. പാർലമെന്റ് മറുപടി പറയാറില്ല. പാർലമെന്റ് ചോദ്യം ചോദിച്ച മറുപടി പറയത്തില്ല. പാർലമെന്റ് വരുത്തില്ല. അങ്ങനെയുള്ള നിലയിലാണ് ഇപ്പോഴത്തെ ഇന്ത്യയിലെ ഭരണകൂടങ്ങൾ പോകുന്നതെങ്കിൽ വലിയ അപകടമാണ്. ലോകത്തെമ്പാടും ഇപ്പൊ റൈറ്റിസ്റ്റ് ശക്തികളാണ് അധികാരത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഏത് രാജ്യം എടുത്ത് നോക്കിയാലും ഇപ്പൊ റൈറ്റിസ്റ്റ് ശക്തികളാണ്. അത് മാറും. ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യമായിരിക്കാം ഒരു പക്ഷേ. റൈറ്റ് വിങ് പോളിസീസ് ആണ് ഇപ്പൊ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നത്. അത് മാറും. ഇന്ത്യയിലും മാറ്റം ഉണ്ടാകും. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഈ അസ്വസ്ഥത ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ചീഫ് മിനിസ്റ്റർ has to prepare to answer all the questions by the people as well as by the press. Thank you, Babu. Thank you. സമയത്തിന്റെ ചുരുക്കം കൊണ്ട് നമ്മൾ ഇരിക്കേണ്ടി വന്നാൽ ചിലപ്പോൾ 2 മണിക്കൂറൊക്കെ നമുക്ക് ഇരിക്കേണ്ടി വന്നിട്ട് ഈ മീറ്റിംഗിൽ 2 പേര് കൈബുക്കിയെ മുന്നോട്ട് വന്നിട്ട് അതിൽ കൈബുക്കിയോ പറിച്ചു വെച്ചു. ഗുഡ് ഈവനിങ് എവരിബഡി. എൻ്റെ പേര് സെലിൻ. ഞാൻ ഹ്യൂസ്റ്റണിൽ വന്നിട്ട് ഇപ്പോൾ 22 വർഷം കഴിഞ്ഞു. സെലിൻ. ഞാനൊരു കർഷക കുടുംബത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ സ്ഥലം കണ്ണൂരാണ്. സാറിന്റെ നാട്ടിൽ അറിയാലോ. പിന്നെ എൻ്റെ ചോദ്യം ഇതാണ്, നമ്മുടെ കർഷകർ ഒരുപാട്, നാട്ടിലെ കാര്യം ഞാൻ പറഞ്ഞിട്ടല്ല, നമ്മൾ കർഷകർ ഈ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ പോകുന്നുണ്ട്. പ്രത്യേകിച്ച് പേമാരി, അത് അങ്ങനത്തെ എന്തെങ്കിലും അവർ ചെയ്ത് കഴിയുമ്പോഴേക്കും എന്തെങ്കിലും സംഭവിക്കും. അപ്പോൾ അവർക്കെല്ലാം ലോസ് ആണ്, അവർക്കൊന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ പിന്നെ കുറെ പേര് അത് പിന്നെ സാമ്പത്തികമായിട്ട് ആകുന്നതുകൊണ്ട് അവര് കുറെ പേര് സൂയിസൈഡ് ചെയ്ത് പോകുന്നു. ഒത്തിരി ഇഷ്യൂ നമ്മുടെ നാട്ടില്. അപ്പൊ ഞങ്ങളുടെ ഫ്യൂച്ചർ സീം നിലയ്ക്ക്
അങ്ങനെയുള്ളവർക്ക് സാറിന് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നതിൻ്റെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നമ്മൾ ഒത്തിരി പ്രവാസികൾ പോകുന്നുണ്ട്, മെയിനായിട്ട് നേഴ്സുമാരായിരിക്കും. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഈ നേഴ്സുമാർക്കും ഡോക്ടേഴ്സൊക്കെ ഇരിക്കുന്ന കുറെ ബെറ്ററാണ്, പക്ഷെ നമ്മൾ നേഴ്സുമാർക്കും അല്ലാത്ത ഈ മെഡിക്കൽ ഫീൽഡിലുള്ളവർക്കൊക്കെ എന്തുകൊണ്ടാണ് സാലറി ഇത്ര കുറച്ച് കളയുന്നത്? അതുകൊണ്ടൊക്കെയാണല്ലോ നമുക്ക് എല്ലാവർക്കും ബെറ്റർ ലൈഫാണ് വേണ്ടത്. അപ്പൊ അതുകൊണ്ടൊക്കെയാണല്ലോ ഒത്തിരി ആൾക്കാർ ഇങ്ങനെ പോകുന്നത്. അപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ നോക്കുമ്പോൾ ഒത്തിരി ഈവൻ പ്ലസ് 10th ഗ്രേഡ് കഴിഞ്ഞ പിള്ളേർക്ക് വേഗം പുറത്തു പോവാണ്. ജർമ്മനി, ഇറ്റലി അങ്ങനെ പല സ്ഥലങ്ങളിൽ സ്റ്റുഡൻറ് വിസ അവർ അവിടെ കൊണ്ട് പഠിപ്പിച്ചിട്ട് അവരെ അവിടെ ആക്കുകയാണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒത്തിരി ലോ സാലറി നേഴ്സുമാർക്കും അല്ലാത്ത എംപ്ലോയീസിനൊക്കെ കൊടുക്കുന്നത്?